ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? നമ്മുടെ ഇരിട്ടിയിൽ മഹാലാഭമേള നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ കഴിഞ്ഞ ദിവസം ഞങ്ങളും പോവുകയുണ്ടായി. ഇരിട്ടിയിൽ പോവേണ്ട മറ്റൊരാവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇവിടെ കൂടെ ഒന്ന് കയറാമെന്ന് വിചാരിച്ച് പോയതാണേ. ആ ലാഭമേളയാണല്ലോ, അപ്പോൾ പിന്നെ വല്ല ലാഭവും ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ്. അത്യാവശ്യം കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കയറിയത്. പക്ഷേ എൻ്റെ കണ്ണ് മൊത്തം പാത്രങ്ങളിലേക്കും അവിടെയുള്ള സാധനങ്ങളിലേക്ക് പോയതുകൊണ്ട് അത്യാവശ്യം വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാൻ വേണ്ടി പറ്റിയില്ല. കുറച്ച് ഭാഗങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട്, അത് ഞാനിവിടെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ സ്ത്രീകൾ അങ്ങനെയാണല്ലോ, പാത്രങ്ങളിലേക്കാണല്ലോ കൂടുതലും കണ്ണ് പോവുക, അടുക്കള സാധനങ്ങളിലേക്ക്. അപ്പോൾ അല്ലറ ചില്ലറ സാധനങ്ങൾ ഞാനും നോട്ടോട്ട് വെച്ചു. അതിലേക്ക് കയറി പോകുമ്പോൾ എല്ലാവരുടെ കയ്യിൽ ഓരോരോ കൊട്ടയുണ്ടായിരുന്നു. എന്നാൽ പിന്നെ ഞാനായിട്ട് എന്തിനാണ് കുറക്കുന്നതെന്ന് വെച്ചാൽ ഞാനും പിടിച്ചൊരു കൊട്ട. ഒക്കെ വേണ്ടുന്ന ചില്ലറ സാധനങ്ങൾ ഞാനും എടുത്തിട്ട്, അപ്പോൾ എടുത്തിടുമ്പോഴേ റൈജോട്ടൻ പറയുന്നുണ്ട്, കണ്ടമാനം എടുത്തിടണ്ട, ലാഭമേളാന്നൊക്കെ പറയുന്ന പൈസ ഉണ്ടാവും, നോക്കിയും കണ്ടെടുത്താൽ മതി, അനാവശ്യ സാധനങ്ങളൊക്കെ എടുക്കണ്ട എന്നുള്ളത് റൈജോട്ടൻ ഇങ്ങനെ പറയുന്നുണ്ട്. ഞാൻ വിചാരിച്ച് റൈജോട്ടൻ മാത്രമായിരിക്കും അങ്ങനെ പറയാൻ. നോക്കുമ്പോൾ എൻ്റെ മുന്നേ നടന്നു പോകുന്ന ചേച്ചിയുടെ ഹസ്ബൻഡ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ എല്ലാവരും ഒരുപോലെയാണെന്ന് എനിക്ക് മനസ്സിലായി. ഒരു സമാധാനത്തിനാണ് ഞാനും മുന്നോട്ട് പോയത്. കുറച്ച് സാധനങ്ങൾ ഞാനും വാങ്ങിച്ചിട്ടുണ്ട്. അത്യാവശ്യമുള്ള സാധനമൊന്നുമല്ല, അത് ആവശ്യമുള്ള സാധനങ്ങൾ കുറച്ച് വാങ്ങിച്ചു. ഇതിൽ വലിയൊരു ലാഭം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അത്ര വലിയ ലാഭം ഉണ്ടായതായിട്ടൊന്നും തോന്നിയിട്ടില്ല. എല്ലാം നമ്മൾ ചെറിയ സാധനങ്ങൾ വാങ്ങിച്ചതാണെങ്കിൽ കൂടെ അത് അത്യാവശ്യം ഒരു ബില്ല് തന്നെ ആവുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക, കമൻ്റായിട്ട് പറയുക. ലാഭമുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ തന്നെ പറയുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.